എല്ലാവരും ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസിലായിരിക്കും എനിക്കറിയാം. എങ്കിലും എൻ്റെ വക കുറച്ച് പ്രിപ്പറേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ അലങ്കോലേക്ക് കിടക്കാൻ പാടില്ല, വൃത്തിയായിരിക്കണം. ആവശ്യമുള്ള ടിഷ്യൂ പേപ്പർ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ വേണം. പിന്നെ നമ്മൾ എപ്പോഴും സ്കൂളിലേക്ക് പെൻസിൽ പൗച്ച് കൊണ്ടുവന്ന ആളുകളാണല്ലോ, അപ്പോൾ അതിൽ നമുക്ക് ഷാർപ്പനർ, ഇറേസർ, പെൻസിൽ തുടങ്ങിയ നോർമലി ഐറ്റംസ് എപ്പോഴും കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിതാ മിനി ബുക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ മിനി ബുക്ക് ഒന്നെങ്കിൽ ബാഗിൽ ക്യാരി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പൗച്ചിൽ ക്യാരി ചെയ്യാം. പിന്നെ ഈ ഹൈലൈറ്റർ, മാർക്കർ, വൈറ്റ്നർ, അതുപോലുള്ള സ്റ്റാമ്പ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എമർജൻസി പൗച്ചിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗിൽ ക്യാരി ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു മില്ലി എഴുതിയ വാട്ടർ ബോട്ടിൽ കയ്യിൽ വെക്കുന്നത് നമ്മുടെ ഹെൽത്തിനും കൂടി നന്നായിരിക്കും. എല്ലാപ്പോഴും സ്റ്റീൽ ബോട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ഇങ്ങനത്തെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടാവും. പിന്നെ ബാഗൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. കഴുകിയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു പേപ്പർ ഹോൾഡർ എപ്പോഴും നമ്മുടെ സ്റ്റഡി ടേബിളിൽ വേണം. അപ്പോൾ എപ്പോഴാണ് ആവശ്യം വരിക എന്നറിയില്ലല്ലോ, അപ്പോൾ അതെന്തായാലും മേടിക്കുക. പിന്നെ ഈ ഒരു ബോർഡ്, നമ്മുടെ സ്റ്റഡി ടേബിൾ, ബോർഡിലൊക്കെ എഴുതാൻ ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു സ്റ്റഡി ടേബിൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എസ്തെറ്റിക്, അതേപോലെ നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. മാത്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് ബുക്സ് ആവശ്യമുണ്ടാവും. ഇതാവുമ്പോൾ അങ്ങനെയില്ല, എപ്പോഴാണ് റബ്ബ് ചെയ്യുക, എഴുതുക വീണ്ടും, അങ്ങനെ ഒരു യൂസ് ഈ ബോർഡിനെ കൊണ്ട് നമുക്കുണ്ട്. പിന്നെ ബുക്കൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും കവർ ചെയ്യാനും നെയിം സ്ലിപ്പ് ഒട്ടിക്കാനും മടി പിടിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ എപ്പോഴും ബുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പിന്നെ മാത്രമല്ല, ഒരു ടൈം ടേബിൾ പാഡ്, ടു ഡു ലിസ്റ്റ്, അതേപോലെ തന്നെ നോട്ട് ബുക്ക്, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റഡീസിനും കൂടുതൽ ഹെൽപ്ഫുൾ ആവും. ഇതുപോലുള്ള വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.